ജോലിയിലൊക്കെ ഹൈറും ബർക്കത്തും ഏച്ചി കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ പലവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കേണ്ടവരാണ്. പടച്ചവനെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അന്തസ്സോടെ നിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ഇസ്ലാമിക ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുഅ്മിനായി ജീവിക്കാനും മുഅ്മിനായി മരിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹുവേ. ഞങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്ത് നൽകണം റഹ്മാനെ. ദുഷ്ടന്മാരായ ഭരണാധികളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. ആളെ മരിക്കുന്ന സമയത്ത് റബ്ബേ, മരിക്കുന്നതിൻ്റെ മുമ്പ് ഞങ്ങളെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ഒന്ന് ചെന്നെത്താതെ, അവിടുത്തെ മദീനയിലൊന്ന് കാലുകുത്താതെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്നൊരു സലാം പറയാതെ ആ മദീനത്തെ പള്ളിയിലൊന്ന് പൂതി തീരോളം നിസ്കരിക്കാതെ പടച്ചവനെ, മുത്തുനബിയെ കണ്ണുകൊണ്ട് കാണാത്ത ഹതഭാഗ്യമാന്മാരാണ്, പാപികളാണ്, ദോഷികളാണ്. മുത്തുനബിയെ കണ്ണുകുളിർക്ക കാണാൻ ഭാഗ്യം കിട്ടാത്ത ദോഷികളാണ്, പാവങ്ങളാണ്. റഹ്മാനെ, അവിടുത്തെ ഹദറത്തിലെങ്കിലും ഒന്ന് ചെന്നെത്താതെ ഞങ്ങളെ മണ്ണിലേക്ക് മടക്കല്ല അല്ലാഹ്, മണ്ണിലേക്ക് മടക്കല്ല റഹ്മാനെ. നാളെ മരിക്കുന്ന സമയത്ത് മദീനത്തെ പള്ളിയിൽ സുജൂദിലായിക്കൊണ്ട് 27-ാം രാവിലെ നോമ്പുകാരനായിക്കൊണ്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്തിൽ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിനിറ്റിൽ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്കൻഡിൽ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടച്ചവനെ സെക്കൻഡിൽ, മിനിറ്റിൽ റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ എല്ലാവരെയും